الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن نبينا محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. فيا أيها الإخوة والأخوات، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള നമ്മുടെ പരിശുദ്ധ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം തഖ്വയുള്ളവരായി അല്ലാഹുവിൻ്റെ നിയമാവലികൾ കാത്തുസൂക്ഷിച്ച് ജീവിക്കണമെന്നും അതേ അവസ്ഥയിലായി ഈ ലോകത്തോട് യാത്ര ചൊല്ലണുണ്ട് എല്ലാവരെയും, എന്നെയും ആദ്യമായി ഉണർത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അത് നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, കഴിഞ്ഞ ഖുത്ബയിൽ നാം ഇവിടെ മനസ്സിലാക്കിയത് ഓരോ മനുഷ്യൻ്റെയും ശുഭകരമായിട്ടിക്കരെ അന്ത്യം, അവൻ്റെ അന്തിമമായിട്ടിക്കരെ സമയം അത് ശുഭകരമായിട്ടിക്കണം എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇന്ന് നമുക്ക് മനസ്സിലാക്കണുള്ളത്, ഈ ലോകത്തു നിന്ന് നാം എല്ലാവരും യാത്ര ചൊല്ലേണ്ടവരായിട്ടിക്കറാണ്. ഈ ലോകത്തു നിന്ന് യാത്ര പറഞ്ഞാൽ പിന്നീടുള്ള ലോകത്ത് നമുക്കെന്തെല്ലാം ഉണ്ടാകും, നമ്മുടെ അനുഭവം എന്താണ്, ഇതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കണുള്ളത്. നാം നമ്മുടെ വേണ്ടപ്പെട്ടവരെ, ചിലപ്പോൾ നമ്മുടെ ഉമ്മയായിരിക്കാം, അബ്ബയായിരിക്കാം, നമ്മുടെ മക്കളായിരിക്കാം, നമ്മുടെ സഹോദരങ്ങളായിരിക്കാം, സഹോദരിമാരായിരിക്കാം, നമ്മുടെ മുട്ടത്തെ സംബന്ധിക്കാരായിരിക്കാം, നമ്മുടെ പതിമാരായിരിക്കാം, പത്നിമാരായിരിക്കാം. നാം അവരെ 6 അടി മണ്ണിലേക്ക് കൊണ്ടുപോയി 6 അടി മണ്ണിൽ അവരെ നാം കുഴിച്ചു മൂടുന്നു. ചിലപ്പോൾ തസ്ബീത്തും ചൊല്ലി നാം മടങ്ങി വരുന്നു. പിന്നീട് അതിൻ്റെ ശേഷം എന്തുണ്ടാകുന്നു, നമ്മൾ ആരെങ്കിലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ കൂട്ടരെ?
അവർ ഒരു ലോകത്തേക്ക് മറ്റൊരു ലോകത്തേക്ക് അവർ യാത്രയായി. ആ ലോകത്ത് അവരുടെ അവസ്ഥ എന്താണ്? അവർക്ക് നമ്മൾ എന്നിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? എന്താണ് അതിനെപ്പറ്റി നമുക്ക് ഇസ്ലാം പഠിപ്പാട്ടുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനു ചൊന്തു? വളരെയേറെ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. ഭൂമിയിൽ നിന്നിട്ട് നാം യാത്ര പറഞ്ഞാലും നമ്മുടെ ഖബറിലും അതേപോലെ തന്നെ നമ്മുടെ പരലോകത്തുമെല്ലാം തന്നെ നമുക്ക് എന്തെല്ലാം ലഭിക്കർ തുടങ്ങിയ കാര്യങ്ങൾ ഇസ്ലാം നമ്മെ പഠിപ്പാട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രസിദ്ധമായ ഹദീസ്, ഇദാ മാതൽ ഇൻസാൻ ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ അമലുകളും മുറിഞ്ഞുപോയി. എല്ലാ അമലുകളും മുറിഞ്ഞുപോയി. പിന്നെ അവനക്ക് അമൽ ചെയ്യാനൊക്കെ സാധ്യമല്ല. കാരണം ഈ ദുന്യാവുണ്ട് ചെന്നെങ്കിൽ ഖുർആൻ നമുക്ക് പഠിപ്പാട്ടുന്നത് ഈ ദുന്യാവായിട്ടിക്കർ ദാറുൽ അമൽ. ഈ ദുന്യാവ് ദാറുൽ അമലാണ്. ഇവിടെ അമൽ ചെയ്യണക്കാണ് അല്ലാഹു നമ്മളെ ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചത്. അത് അവസാനത്തെ നമ്മുടെ ആത്മാവ് റൂഹ് തൊണ്ടക്കുടിയിലേക്ക് എത്തുന്നത് വരെ അല്ലാഹു നമുക്ക് സമയം തണ്ട്. അതുവരെ നമുക്ക് നന്നാകണക്കുള്ള സമയം തണ്ട്. റൂഹ് തൊണ്ടക്കുയിലേക്ക് എത്തിയാൽ പിന്നെ അവസാനിച്ചു. പിന്നീട് നാം പോകരുത് ദാറുൽ ജസാ. ഇവിടുത്തെ കർമ്മങ്ങൾക്കുള്ള ഫലിതാംശം, അതിൻ്റെ റിസൾട്ടാണ് അവിടെ കിട്ടണക്ക് പോകരുത്. അത് ജസാഇന്റെ ലോകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പാട്ടിത്ത് ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ എല്ലാ അമലുകളും മുറിഞ്ഞു പോയിട്ട്, പക്ഷേ 3 കാര്യങ്ങൾ മുറിഞ്ഞു പോവില്ല. 3 കാര്യങ്ങളൊന്നും മുറിഞ്ഞു പോകാതെ നിലനിൽക്കും. അവനിവിടെ ദുന്യാവിൽ അമൽ ചെയ്തതുപോലെ അവൻ്റെ കർമ്മരേഖയിൽ അതിനെ ദാഖലാക്കർ, അതിനെ റിക്കാർഡാക്കർ. ഏതായിട്ടിക്കറ 3 കാര്യം? സദഖത്തുൻ ജാരിയ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുറോ, 1 അത് ജാരിയായ സദഖയായിട്ടിക്കറ. ജാരിയായ സദഖാണ്ട് ചെന്നെങ്കിൽ സാധാരണ സദഖ പോലത്തെ സദഖയല്ല, നിലനിൽക്കുന്ന സദഖാണ്ടാണ് അതൊക്കെ ചൊല്ലുന്നത്. എന്തിനാ നിലനിൽക്കുന്ന സദഖാണ്ട് ചെന്നെങ്കിൽ, ഉദാഹരണത്തിന് ഒരു മനുഷ്യൻ ഒരു പബ്ലിക്കായിട്ട് ഒരു റോഡ് ഉണ്ടാക്കിയിട്ട്, ഒരു പൊതുവായിട്ടുള്ള ഒരു വഴി, ഒരു പബ്ലിക് റോഡ്, എല്ലാവർക്കും ആ റോഡ് ഉപകാരപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാവർക്കും കുടിക്കൊണകോ കുടിപ്പാട്ടണകുള്ള തണ്ണീരെ വ്യവസ്ഥ ഒരാൾ ഉണ്ടാക്കറ്, ഒരു കിണറുണ്ടാക്കറ്, ഒരു ബാവി, ഒരു കിണർ, ഒരു കിണം കുഴിക്കറ്. ഇനി അതല്ല ഒരാൾ പള്ളി ഉണ്ടാക്കറ്, അല്ലെങ്കിൽ മദ്രസയുണ്ടാക്കറ്. ഇങ്ങനെ ഈ പള്ളിയിലേക്ക് ആരെല്ലാം പോയി ആരെല്ലാം ഇബാദത്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അവൻ കുഴിച്ചതായിരിക്കര കിണറിൽ നിന്നിട്ട് ആരെല്ലാം തണ്ണി കുടിക്കറ, അപ്പോഴെല്ലാം ആരാണോ ആ പണി ചെയ്തത് അവനകോ അവൻ്റെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം എത്തിക്കൊണ്ടിരിക്കും ട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടറ്. അതാണ് സദഖത്തുൻ ജാരിയായിട്ട് ചെന്നെങ്കിൽ. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നത് ഇൽമുൻ യുൻതഫഉ ബിഹി, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ അറിവ്. അല്ലാഹുവിനെ പറ്റി മനസ്സിലാക്കണുകൊള്ള, ദീനുൽ ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കണുകൊള്ള, തൗഹീദിലായി ജീവിച്ച് തൗഹീദിലായി മരിക്കണുകൊള്ള ഇൽമ്, ആ അറിവ് ആര് പഠിപ്പാട്ടി കൊടുത്ത ആ വ്യക്തിക്ക്, അല്ലെങ്കിൽ ആര് അതിനെ സംബന്ധിച്ച് ഇവിടെ ഗ്രന്ഥങ്ങൾ രചിച്ച അവനക്കോ അവൻ്റെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം ലഭ്യമാകും. അവനക്ക് ഖബറിലും മഹ്ശറിലും അതിൻ്റെ പ്രതിഫലം വന്നോണ്ടേയിരിക്കും. അവൻ ദുന്യാവിൽ അമൽ ചെയ്യുന്നത് പോലെ ഇവിടെയായിത്തല്ലേ. അതാണ് ഇൽമുൻ യുൻതഫഉ ബിഹി എന്ന് ചൊന്നെങ്കിൽ. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുറോ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, സാലിഹായ സന്താനം. അവിടെ അടിവരയിടണം, എല്ലാ മക്കളുമല്ല, സാലിഹായ സന്താനം. അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന നിലയിൽ ദീനീ ചിട്ടയിലായി വളർന്ന് വലുതായ അതേ അവസ്ഥയിലായി മരിച്ച മകൻ, ആ മകനെ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ തർബിയത്ത് നൽകിയിട്ട് വളർത്തിയെടുത്തതായിട്ടിരിക്കുന്ന പിതാവ് അബ്ബ, ആ പിതാവ് മരിച്ചാൽ ആ പിതാവുക്ക് വേണ്ടി സാലിഹായ മകൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതയാളുടെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പരിപാടിയല്ലേ, വലിയ അമലൊന്നും ചെയ്യാണ്ട് ഈ ലോകത്ത് അയാൾ യാത്ര പറഞ്ഞു. കാര്യമായ അമലൊന്നുമില്ല, അതുപോലെ ഒരുപാട് അബദ്ധങ്ങൾ തെറ്റുകളൊക്കെ ചെയ്തു. പരലോകത്തിലേക്ക് എത്തുമ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നത്, അയാൾക്ക് വലിയ പഹാട് പോലെ, പർവ്വതം പോലെ അയാളുടെ അമലുകൾ അയാൾ കാണുന്നുണ്ട്. അപ്പോൾ അയാൾ തന്നെ ആശ്ചര്യപ്പെട്ടു പോകരുത്, ഇതെങ്ങനെയാണ്, ഇത്രയൊന്നും ഞാൻ ദുനിയാവിൽ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അയാൾ അല്ലാഹുവിനട്ടെ കേൾക്കരുത്, യാ അല്ലാഹ് അന്നാലി ഹാദാ, എന്നൊക്കെ എവിടുന്നാണ് ഇത്രയെല്ലാം പ്രതിഫലങ്ങൾ, ഇങ്ങനൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അത് അല്ലാഹു തആല കൊടുക്കുന്ന മറുപടി, ബിസ്തിഗ്ഫാരി വലദിക ലക, നിന്റെ മോന് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നിന്റെ മകൻ, ഒരു സാലിഹായ മകനുണ്ടായിരുന്നു, അങ്ങനെ നീ ഒരു സാലിഹായ ഒരു മകനെ നീ വളർത്തിക്കൊണ്ട് വന്നിരുന്നു, നീ ദുനിയാവിലുണ്ടാവുമ്പോൾ ആ മകൻ്റെ ഇസ്തിഗ്ഫാറായിട്ടിക്കറ് നിനക്കിപ്പോൾ ഇത്ര വലിയ പഹാട് പോലെ നിന്റെ അമലുകളായി മാറിയതിട്ട് അല്ലാഹു തആല അവനോട് ചൊല്ലും. എൻ്റെ പ്രിയമുള്ളവരെ, ഈ 3 കാര്യങ്ങളത് നിലനിൽക്കും മരിച്ചതിൻ്റെ ശേഷം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടത്. അപ്പോൾ ഇവിടെ അവസാനമായി പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കണം, ദുആയിരക്കരെ പ്രാർത്ഥിക്കരം മക്കളായിട്ടിക്കണം നമ്മുടെ മക്കൾ. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ, നമ്മളൊക്കെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പക്ഷേ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. മരിച്ച് മറമാടിയതിന് ശേഷം നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ കാണാം, ഒരു 3-2, ഒരു 7-2, ഒരു 21, ഒരു 40, ചിലപ്പോൾ ഒരാണ്ട് തീർത്തതോടു കൂടി. പിന്നെ പരലോകത്ത് ആ ഖബറിലെ ജീവിതത്തിൽ നിൻ്റെ അബ്ബാക്ക് എന്ത് സംഭവിക്കരുത്, നിൻ്റെ ഉമ്മാക്ക് എന്ത് സംഭവിക്കരുത്, ഇതിനെ സംബന്ധിച്ചുള്ള യാതൊരു ബോധവുമില്ലാതെ അവരെ മറന്നു പോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ആ അബ്ബയും ഉമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ അകയിലാണ് ഞാൻ താമസിക്കുന്നത്. ആ അബ്ബ അധ്വാനിച്ചുണ്ടാക്കിയ കഷ്ടം വന്ന സ്ഥാപനത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ആ അബ്ബ കഷ്ടപ്പെട്ട് വാങ്ങിയതായിട്ടിക്കരെ വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാനിങ്ങനെ പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യുന്നത്. എന്നാൽ ആ അബ്ബയെ സംബന്ധിച്ചോ ഉമ്മയെ സംബന്ധിച്ചോ ഓർക്കണകോ നമ്മളിൽ അധികം ആളുകളും തയ്യാറാകുന്നില്ല. അങ്ങനെ ഒരു ചിന്ത ഇപ്പോഴത്തെ ജനറേഷനുക്ക് ഇല്ല, ഇപ്പോഴത്തെ ഒരു തലമുറക്ക് തന്നെ ഇല്ല. നോക്കൂ, അല്ലാഹു തആല തന്നെ നമുക്ക് ഒരു പ്രാർത്ഥന പഠിപ്പാട്ടറ്. മരിച്ചുപോയ അബ്ബ ഉമ്മമാർ അല്ലെങ്കിൽ ഹയാത്തുള്ളവരാണെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ല പഠിപ്പാട്ടുള്ള ഒരു ദുആ തന്നെ നമുക്ക് ഖുർആനിൽ കാണാം. അത് എത്ര പേർക്ക് പിടിയുണ്ട്, എത്ര പേരങ്ങനെ പ്രാർത്ഥിക്കാറ്, ഒന്ന് ചിന്തിച്ച് നോക്കണം. അല്ലാഹു തആല പഠിപ്പാട്ടിയ ഒരു പ്രാർത്ഥന, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, എൻ്റെ നാഥാ, എൻ്റെ രക്ഷിതാവേ, നിന്നെ ചെറുപ്പത്തിൽ അങ്ങ് പോറ്റി വളർത്തണക്ക് വേണ്ടി, നിന്നെ നാനാക്കണക്ക് വേണ്ടി ഒരുപാട് ചെമ്മ കഷ്ടപ്പെട്ട് അധ്വാനിച്ച നിൻ്റെ അബ്ബകും നിൻ്റെ ഉമ്മകും നീ കാരുണ്യം ചൊരിയണോട്ടോ. അല്ലാഹു തആല പഠിപ്പാട്ട് ഇങ്ങനെ നീ പ്രാർത്ഥിക്കണോട്ടും പിടിയത്തില്ലേ. അങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഉമ്മായുടെ നമ്മുടെ അബ്ബായുടെ മുഖം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടോ, ഹൃദയം തട്ടി നാം പ്രാർത്ഥിക്കുന്നുണ്ടോ? അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇതൊക്കെ നാം ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ ചിന്ത നിലനിൽക്കുന്നതിന് വേണ്ടിയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഖബർ സിയാറത്ത് സുന്നത്താക്കിയത്. ഖബർ സിയാറത്ത് ചെയ്യുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഈ ചിന്ത നിലനിൽക്കുന്നതിന് വേണ്ടിയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം അതിനെ നിരോധിച്ചു. ഖബർ സിയാറത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിൻ്റെ ആരംഭത്തിൽ നിരോധിച്ചു. കാരണം ഒരുപാട് തോന്നിവാസങ്ങൾ, ഒരുപാട് പേക്കൂത്തുകൾ ആ ഖബറിൻ്റെ അടുത്ത് പോയിട്ട്, ഉമ്മാരെയും അബ്ബാരെയും വേണ്ടപ്പെട്ടവരുടെയും ഖബറിൻ്റെ അടുത്ത് പോയിട്ട് ഒരുപാട് പേക്കൂത്തുകൾ കാണിക്കുന്നത് തുടങ്ങിയാർ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചു അതിനെ. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ അനുവദിക്കറ്, അതിനെ അനുമതി തണ്ട്. എപ്പോഴാണ് അത് അനുമതി തണ്ടത്? ഒരു യാത്രാമധ്യേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസ്രിബിലേക്ക് പോയിട്ട്, അഥവാ മദീനയിലേക്ക് പോയിട്ട് തിരിച്ചു വണ്ട് മക്കായുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു സ്ഥലമായിട്ട് അബവാ ഇട്ട് ചൊല്ലുന്ന ഒരു സ്ഥലം, അബവാ എന്ന സ്ഥലം, ആ സ്ഥലത്തേക്ക് എത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടികെ സ്വഹാബത്തുമുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ സഹാബത്തുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അബവാ എന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോൾ തെല്ല് നേരം അവിടെ നിണ്ടിത്ത് മൗനിയായി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബുൾപ്പിടണങ്ങ് തുടങ്ങി. ബുൾപ്പിട്ടു, ചെറിയ കുഞ്ഞി ബുളിപ്പിടുന്നത് പോലെ, കുട്ടി ബുൾപ്പിടുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബുൾപ്പിട്ടു. എന്താണ് കാരണം?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പകാലത്ത് താൻ കുട്ടിയായിരിക്കുന്ന സന്ദർഭത്തിലുള്ള ഒരു അനുഭവം റസൂലുള്ളാഹിക്ക് ഓർമ്മയുണ്ട്. നമുക്ക് പിടിയുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തേക്ക് ജനിക്കുമ്പോൾ തൻ്റെ അബ്ബയില്ല, അബ്ബ മരിച്ചിരുന്നു. അബ്ബ മരിക്കുന്ന സന്ദർഭത്തിൽ, അബ്ദുള്ള മരിക്കുന്ന സന്ദർഭത്തിൽ ഉമ്മ ഗർഭിണിയായിരുന്നു ഈ മുഹമ്മദിനെ, അല്ലേ? അങ്ങനെ ഉമ്മ ഈ മകനെ പ്രസവിച്ചു, അബ്ബയില്ല. പ്രസവിച്ചു ഉമ്മ മകനെ വളർത്തിക്കൊണ്ട് വന്നു. 5 വയസ്സ് 6 വയസ്സായി. അങ്ങനെ ആ ഉമ്മ ഈ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് യസ്രിബിലേക്ക്, അതേ മദീനാട്ട് ചൊല്ലുന്ന യസ്രിബിലേക്ക് തൻ്റെ സംബന്ധിക്കരുടെ ഔത്തിലേക്ക് പോണ്ടു. അങ്ങനെ പോകുമ്പോൾ താരെല്ലാമുണ്ട്, ആമിനയുണ്ട്, ഈ ചെറിയ കുഞ്ഞായിട്ടിക്കര മുഹമ്മദുണ്ട്, അതേപോലെ അബ്ദുൽ മുത്തലിബിലെ അടിമ സ്ത്രീയായിട്ടിക്കര ഉമ്മു ഐമനുമുണ്ട്. ഇങ്ങനെ ഇവർ ഒരു ബിരുന്നർ കെട്ടും പോലെ സംബന്ധിക്കരുടെ ഔത്തേക്ക് പോയി. അങ്ങനെ മദീന യസ്രിബിൽ നിന്നിട്ട് അങ്ങ് തിരിച്ചു വന്നിട്ട് മക്കായുടെയും മദീനയുടെയും ഇടയിലുള്ള അബവാ എന്ന സ്ഥലത്തേക്ക് എത്തുമ്പോഴത്തോ അതാ ഉമ്മാക്ക്, മുഹമ്മദിൻ്റെ ഉമ്മാക്ക് വല്ലാത്ത ശരീരത്തിൽ നൊമ്പലം, നോവ്, പെയിൻ അനുഭവിച്ചു. ഒരു ഹെജ്ജ പോലും മുമ്പോട്ട് വെക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവിടെ കിടന്ന് വേദന പുളഞ്ഞ് ആമിന അവിടെ വെച്ച് മരണപ്പെടുന്നു. മുഹമ്മദ് ഉമ്മാൻ്റെ മരണം നോക്കുകയാണ്. മുഹമ്മദിനെ മുന്നേ വെച്ചിട്ട് മുഹമ്മദിന്റെ മുമ്പിലാണ് ഉമ്മ മരിക്കരുത്. രോഗം കൊണ്ട്, വേദന കൊണ്ട്, നോവ് കൊണ്ട്, പിളഞ്ഞും കൊണ്ട് അവിടെ വെച്ച് ഉമ്മ മരിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ ഓർമ്മ വന്ന് ഇപ്പോൾ നബുവത്ത് കിട്ടിയിട്ട്, റിസാലത്ത് കിട്ടിയിട്ട്, അള്ളാഹുവിൻ്റെ റസൂൽ ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഇതെല്ലാം ഓർമ്മ വേണ്ട റസൂലുക്ക്. അവിടെ ഉൾപ്പെട്ടിട്ട് ഹദീസിൽ കാണാം റസൂലുള്ള ഉൾപ്പെട്ടു. റസൂലുള്ള ബുടുപ്പെടുമ്പോൾ റസൂലുള്ള ആരെ ഒട്ടിക്കേക്കര സഹാബത്തുക്കും ബുൾപ്പ് വന്ന്. പക്ഷെ മനസ്സിലാകുന്നില്ല, പിടിയാകുന്നില്ല എന്തൊരു സംഭവം ഉണ്ടോ. ഉമർ റളിയല്ലാഹു അൻഹു കേക്കറി, യാ റസൂലല്ലാ, എന്താണ് നിങ്ങൾ ബുൾപ്പെടുക, എന്താണ് സംഭവം, പിടിയായിട്ടില്ലല്ലേ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുറു, ഇസ്തഅദൻതു റബ്ബി തആലാ ഫി അൻ അസ്തഗ്ഫിറ ലഹാ ഹാഹുനാ ദുഫിനത് ഉമ്മി ആമിനത്തു ബിൻതു വഹബ്. ഹാഹുന ഇവിടെ വെച്ചിട്ടായിട്ട് എൻ്റെ ഉമ്മ ആമിന, വഹബിൻ്റെ മകളായ ആമിന ഇവിടെ വെച്ചിട്ടാണ് മരണപ്പെട്ടത്. ഞാൻ എൻ്റെ റബ്ബിനോട് എൻ്റെ ഉമ്മാക്ക് വേണ്ടി പൊറുക്കലിനെ തേടണക്ക് വേണ്ടി ഞാൻ അനുമതി തേടിയേ. അപ്പോൾ നിനക്ക് ഫലം എഴുതല്ലി, അനുവാദം കിട്ടിയില്ല. രണ്ടാമത് ഞാൻ അള്ളാഹുവോട് എൻ്റെ ഉമ്മാൻ്റെ ഖബറ് വന്ന് ഞാൻ സിയാറത്താക്കട്ടെ, സന്ദർശിക്കട്ടെ അള്ളാന്ന് അനുവാദം കേട്ടെ. ഫഅദിനലി, അപ്പോൾ നിനക്ക് അനുവാദം കിട്ടിത്ത് ഫസൂറുൽ ഖുബൂറ, അല്ലാഹുവിൻ്റെ റസൂൽ ചൊന്തു. ആദ്യം നിരോധിച്ച് ഖബർ സിയാറത്ത്, അല്ലാഹുവിൻ്റെ റസൂൽ ചൊന്തു ഫസൂറുൽ ഖുബൂറ, ഇനി ഖബർ നിങ്ങൾ സന്ദർശിക്കറോ. ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത്ത്, അത് നിങ്ങൾക്ക് മരണത്തിൻ്റെ ഓർമ്മയുണ്ടാക്കി തരും. നിങ്ങൾക്ക് ആഖിറത്തിൻ്റെ ഓർമ്മയുണ്ടാക്കി തരും. ഫഇന്നഹാ തരിഖുൽ ഖൽബ, നിങ്ങളുടെ ഖൽബ് സോഫ്റ്റാകും, ലോലമാകും, മയമാകും. വതദ്മഉൽ ലൈന, നിങ്ങളുടെ കണ്ണിൽ നിന്നിട്ട് കണ്ണുനീര് വരും, കണ്ണിൽ നിന്നിട്ട് കണ്ണുനീര് വരും. നിങ്ങൾ ഖബർ സന്ദർശിക്കണക്ക് പോകുമ്പത്തു ഈ ഖബറിൽ കിടക്കുന്ന എൻ്റെ ഉമ്മ, ഈ ഖബറിൽ കിടക്കുന്ന എൻ്റെ അബ്ബ, എപ്പോൾ നിൽക്കുന്ന എൻ്റെ അബ്ബാരെ കാണുകയാകും, എപ്പോൾ നിൽക്കുന്ന എൻ്റെ ഉമ്മാനെ കാണുകയാകും, എപ്പോൾ നിൽക്കുന്ന എൻ്റെ സഹോദരനെ, സഹോദരിയെ, അല്ലെങ്കിൽ എൻ്റെ പത്നിയെ, പതിയെ എന്നൊക്കെ കാണാനാകും. ഇൻഷാ അല്ലാഹ് നാളെ ആഖിറത്തിൽ വെച്ച് ഒരു മുഅ്മിനാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ സ്വർഗത്തിൽ വെച്ചിരുന്നൊക്കെ കാണാനാകും. അതാണ് ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, നിങ്ങൾക്കത് ആഖിറത്തിലെ ഓർമ്മയുണ്ടാക്കി തരും. ഫഇന്നഹാ തുസ്ഹിദു ഫിദ്ദുനിയാ, ഭൗതിക ജീവിതത്തിൽ ലയിച്ചു ചേരുന്നതിനെ അത് ഇല്ലാതാക്കും. അതുകൊണ്ട് നിങ്ങൾ ഖബർ സന്ദർശിക്കണം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുറു, മരിച്ചതിൻ്റെ ശേഷം, മരിച്ച് മറമാടിയതിന് ശേഷം അതേ ഖബറിലെ ലോകത്തേക്ക് എത്തിയതായിരിക്കുന്ന ആളുമാർ ഈ ദുന്യാവിലുള്ള ഹയാത്തിലുള്ള ജീവിച്ചിരിപ്പുള്ള ആളുമാരിൽ നിന്നിട്ട് അങ്ങ് ചിലത് ആഗ്രഹിക്കാറ്. ഞങ്ങൾ ആഗ്രഹം എന്തിരേ? അല്ലാഹുവിൻ്റെ റസൂൽ ചൊല്ലുറുമൽ മയ്യിതു ഫീ ഖബ്രിഹി ഇല്ലാ കൽ ഗരീഖിൽ മുതഗവ്വസ് യന്തളിറു ദഅവതൻ മിനൽ അഹ്യാഇ. മയ്യിത്ത്, അതേ മരിച്ചു പോയതായിരിക്കുന്ന മനുഷ്യൻ അവൻ്റെ ഖബറിൽ
രക്ഷക്കായിട്ട് നിലവിളിക്കരെ, രക്ഷക്കായിട്ട് അപേക്ഷിക്കരുതായിട്ടിക്കര മനുഷ്യനെ പോലെ. അതേ തണ്ണിയിൽ മുങ്ങി മരിക്കുന്ന ആളുണ്ടല്ലോ, കൽ ഗരീക്ക് എന്തെങ്കിലും മുങ്ങി മരിക്കണക്ക് പോകും ഒരാൾ, ശ്വാസം കിട്ടാതെ മുങ്ങി മരിക്കണക്ക് പോകും ഒരാളെ പോലെയായിട്ടിക്കര മയ്യത്ത്. ആ ഉപമ നിങ്ങൾ നോക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ ധാരിച്ചത്, ഒരാൾ തണ്ണിക്ക് വീണ്ട് മരിക്കാൻ പോറും. നമുക്കറിയാം തണ്ണിക്ക് പോകുമ്പോൾ സാധാരണ ചൊന്ന് കേൾക്കുന്നത് എങ്ങനെയാണ്, ഒരാൾ തണ്ണിയിൽ വീണ്ട് മരിക്കുമ്പോൾ ആദ്യം കാലിങ്ങനെ പോകും കീഴിലേക്ക്, കാല് പോയിട്ട് ഇങ്ങനെ നിലത്തെ കുത്തിയിട്ട് പിന്നെ മേലെ വരും കേട്ടോ. രണ്ടാമതും അങ്ങനെ താഴെ പോയിട്ട് മേലെ വരും. മൂന്നാമത് കൈയാണ് പോകരുത്. അപ്പം ആ സമയത്ത് അവൻ എന്താക്കും, അപേക്ഷിക്കും, രക്ഷയ്ക്ക് വേണ്ടി അവൻ അപേക്ഷിക്കും, രക്ഷയ്ക്ക് വേണ്ടി അവൻ ഇങ്ങനെ നിലവിളിക്കും. ശ്വാസം കിട്ടാതെ വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്നവനെ പോലെയായിട്ടിക്കറാര് മയ്യത്ത്, മരിച്ചതായിട്ടിക്കറ മനുഷ്യൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുറു, ഹയാത്തുള്ള മനുഷ്യൻ്റെ, ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ പ്രാർത്ഥന അവൻ പ്രതീക്ഷിച്ചോണ്ടേ ഇക്കറ. നമുക്ക് പിടിയുണ്ടോ കൂട്ടരെ ഇതെല്ലാം? അവനിങ്ങനെ ആരെങ്കിലും ഉണ്ടോ? നിൻ്റെ അബ്ബ മിസലൽ അബ് അവിൽ മക്കളാണ് മരിച്ചതെങ്കിൽ നിൻ്റെ അബ്ബ വന്ന് നക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? നിൻ്റെ ഉമ്മ നക്ക് എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കുമോ? അവിടെ ഇങ്ങനെ പ്രതീക്ഷിച്ചോണ്ടിക്കറാ ലോകത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടിപാട്ടറും. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ ചൊല്ലുറു, അങ്ങനെ ആരുടെയെങ്കിലും പ്രാർത്ഥന ആ സമയത്ത്, അല്ലാഹുവിൻ്റെ റസൂൽ ആ നിലക്കുള്ള പ്രാർത്ഥനയാണല്ലോ പടിപാട്ടിയത്. അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ അസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. അല്ലാഹുവിൻ്റെ റസൂൽ പടിപാട്ടിയ പ്രാർത്ഥന. ഒരു ഖബർ സന്ദർശിക്കുമ്പോൾ ആ ഖബറുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു, നമ്മുടെ സ്വന്തത്തിനും വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു. അസ്അലുല്ലാഹ, ഖബറാളികൾക്ക് സലാം ചെന്നതിൻ്റെ ശേഷം നാം ചൊല്ലുന്നത് അതാണ്. അസ്അലുല്ലാഹ, അള്ളാഹുവിനോട് ഞാൻ കേൾക്കരെ, ലനാ വലക്കുമുൽ ആഫിയ, ഞങ്ങൾക്കും നിങ്ങൾക്കും സുഖമുണ്ടാകുന്നതിന് വേണ്ടി, നിങ്ങൾക്കും നിങ്ങളുടെ ഖബറിലെ ജീവിതത്തിൽ, നിങ്ങളുടെ ബർസഖിയായി ജീവിതത്തിൽ നിങ്ങൾക്ക് സുഖവും സൗഖ്യവും నెమ్మదిയും സമാധാനവും സന്തോഷവും അല്ലാഹു തആല തരട്ടെ. അതേപോലെ നമുക്കും ദുനിയാവിലൂടെ ജീവിക്കുമ്പോൾ അള്ളാഹു ശാന്തിയും സമാധാനവും നൽകട്ടെ എന്നിങ്ങനെയുള്ള പ്രാർത്ഥന. അങ്ങനെ നാം മരിച്ചവർക്ക് വേണ്ടി ദുആ ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോഴത്തോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നത്, അത് അവനക്ക് ദുനിയാവും ദുനിയാവിലുള്ളതിനേക്കാളും എല്ലാം ഏറ്റവും ഖൈറായിട്ടിക്കറ്. ഈ ദുനിയാവിലെ മുഴുവൻ വസ്തുക്കളും അവർക്ക് ദാനമായി, അവർക്ക് സമ്മാനമായി, അവർക്ക് ഉടുകരയായി കൊടുക്കുന്നതിനേക്കാൾ അവർക്ക് ഇഷ്ടം നമ്മുടെ ദുആയായിട്ടിക്കറ്, നമ്മുടെ പ്രാർത്ഥനയായിട്ടിക്കറിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടിപാട്ടറ്. ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അങ്ങ് എപ്പോഴും കാത്തോടിക്കറാറ് ആ ലോകത്ത് വെച്ച്. ഇത് നിങ്ങൾക്ക് പിടിയുണ്ടോ? നമ്മളിതിനെപ്പറ്റി ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഖബർ സിയാറത്ത് എന്ന് ചൊല്ലുന്നത് അത് വളരെ ആവശ്യമാണ്, വളരെ പുണ്യകരമായ ഒരു സംഗതിയാണ്, ഒരു സംശയവുമില്ല. എന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞു നടക്കുന്നത് എന്തിരെ, സലഫികളുണ്ട് ചൊന്നെങ്കിൽ അങ്ങക്ക് ഖബർ സിയാറത്തില്ല, സലഫികളുണ്ട് ചൊന്നെങ്കിൽ അങ്ങക്ക് ഖബർ സിയാറത്തില്ല, അങ്ങക്ക് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, ഉമ്മരട്ടെയും അബ്ബരട്ടെയും അങ്ങക്ക് സ്നേഹമില്ല എന്നൊക്കെയാണല്ലോ ഇവിടെ പ്രചരിപ്പിക്കുന്നത്. ഞാൻ ഇത്ര നേരം എന്താണ് നിങ്ങളട്ടെ ചൊന്നത്? എത്ര മിനിറ്റുകളാണ് ഖബർ സിയാറത്തിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് ചൊന്നു തന്നത്? എന്നാൽ സലഫികളുണ്ട് ചൊന്നെങ്കിൽ അങ്ങോ ഖബർ സിയാറത്ത് ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ കള്ളപ്രചരണങ്ങൾ നടക്കുന്നത്. എന്താണ് സലഫികൾ പറയുന്നത്? നീ ഖബർ സിയാറത്ത് ചെയ്യണം, നിൻ്റെ ഉമ്മാനെ, നിൻ്റെ അബ്ബയെ, നിൻ്റെ ഉമ്മാനെയും നിൻ്റെ അബ്ബാനെയും മറികടന്നിട്ട് നീ പൊന്നാനി ജാറത്തിലേക്ക് പോകണ്ട, അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഇതാണ് സലഫികൾ ചൊല്ലുന്നത്. നിൻ്റെ അബ്ബാനെയും നിൻ്റെ ഉമ്മാനെയും നീ മറന്നിട്ട് നീ നാഗൂറിലേക്കോ, നീ അജ്മീറിലേക്കോ, മുത്തുപേട്ടയിലേക്കോ, മടവൂരിലേക്കോ പോകണ്ട, പോയിട്ട് കാര്യമില്ല. ഇതാണ് സലഫികൾ ചൊല്ലുന്നത് പ്രിയമുള്ളവരെ. കാരണം അങ്ങനെ ഒരു സിയാറത്ത് അല്ലാഹുവിൻ്റെ റസൂൽ പടിപാട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, അത് ശരിയല്ല എന്നാണ് അല്ലാഹുവിൻ്റെ റസൂൽ പടിപാട്ടിയത്. ലാ തുശദ്ദുർ റിഹാൽ ഇലാ സലാസതി മസാജിദ, 3 പള്ളികളിലേക്കല്ലാതെ നിങ്ങൾ തീർത്ഥാടനം ഉദ്ദേശിച്ചിട്ട് 3 പള്ളികളിലേക്ക് മാത്രമേ നിങ്ങൾ പോകാവൂ. അല്ലാഹുവിൻ്റെ റസൂൽ പടിപാട്ടിയ കാര്യമാണ്. തീർത്ഥാടനം ഉദ്ദേശിച്ചിട്ട്, പുണ്യകർമ്മം ഉദ്ദേശിച്ചിട്ട് 3 പള്ളികളിലേക്ക് നിങ്ങൾ പോകാൻ പാടുള്ളൂ. അത് ഏതാണ് 3 പള്ളി? നിങ്ങൾക്കൊക്കെ പിടിയുള്ള കാര്യമാണ്. ഒന്ന്, കഅബയുടെ ചുറ്റുമുള്ള മസ്ജിദുൽ ഹറാം. മസ്ജിദുൽ ഹറാം
അവിടെയുള്ള നിസ്കാരം 1,00,000 ഇരട്ടി പ്രതിഫലമുള്ളതാണ്. ഈ കുദ്രോളി പള്ളിയിലുള്ള നിസ്കാരത്തേക്കാൾ 1,00,000 ഇരട്ടി പ്രതിഫലം. രണ്ടാമത് റസൂലുള്ള പഠിപ്പാടുന്നത് മദീനയിലെ പള്ളിയാണ്, മസ്ജിദുൻ നബവി, 1000 ഇരട്ടി പ്രതിഫലമുണ്ടത്. മൂന്നാമത് ജെറൂസലമിലെ ബൈത്തുൽ മുഖദ്ദസ്. ഈ 3 പള്ളികളിലേക്കല്ലാതെ നിങ്ങൾ തീർത്ഥാടനം ഉദ്ദേശിച്ച് പോകാൻ പാടില്ല. അതൊക്കെ ഹറാമാണ്, തെറ്റായ കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നീ ഖബർ സിയാറത്ത് ചെയ്യേണ്ടത് നിൻ്റെ സംബന്ധിക്കരായ നിൻ്റെ അടുത്ത, നീ ആരുടെ വാരീസ് സ്വത്ത് നീ സ്വായത്തമാക്കിയോ, ആരുടെ അകയിൽ നീ ഇപ്പം കിടന്ന് സുഖിക്കുന്നുണ്ടോ അവരെ, അത് ചിലപ്പോൾ നിൻ്റെ ഉമ്മയായിരിക്കാം, നിൻ്റെ അബ്ബയായിരിക്കാം, നിൻ്റെ വേണ്ടപ്പെട്ടവരായിരിക്കാം, അവരുടെ ഖബറാണ് നീ സിയാറത്ത് ചെയ്യേണ്ടത്. അല്ലാതെ നീ വേറെ മറ്റുള്ളവരുടെ ഖബർ, അത് ചിലപ്പോൾ ആ ഖബറുകളൊക്കെ നീ എത്രയോ നിൻ്റെ ഊർജം ചിലവാകറ് അല്ലേ, നിൻ്റെ എത്രയോ സമയങ്ങൾ വേസ്റ്റ് ആവറ്, എത്രയോ ദൂരം നിനക്ക് യാത്ര ചെയ്യേണ്ടതായി വരുന്നു. എന്ത് കാര്യമാണ്, എന്ത് പ്രയോജനമാണുള്ളത്? ചിലപ്പോൾ ആ ഖബറിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് തന്നെ ചിലപ്പോൾ മുസ്ലിമാണോ മുഅ്മിനാണോ നിൻ്റെ ആരാണ് എന്തെങ്കിലും നീ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ ചൊല്ലുന്നത്, ആരാണ് ആ ഖബറിൻ്റെ ഉള്ളത്? പലപ്പോഴും ഇസ്ലാമിലെ ശത്രുക്കൾ തന്നെ അതിലുണ്ട്. ഉദാഹരണമായിട്ട് 2-3 സ്റ്റേറ്റുകളൊക്കെ താണ്ടി അജ്മീറിലേക്ക് പോകുന്നുണ്ട് നിങ്ങൾ ചില ആളുകൾ. സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീനുൽ ജിഷ്തിയുൽ അജ്മീരി അസ്സഞ്ചരി. ആരാണ് ഈ മനുഷ്യൻ? നിങ്ങൾക്ക് പിടിയുണ്ടോ? ഷിയ പാരമ്പര്യമുള്ള ആളാണ്. സഞ്ചരി, അയാളെ പേരിൻ്റെ കൂടെ കാണാം, സഞ്ചരി ഖാജാ മുഈനുദ്ദീൻ അൽ ജിഷ്തിയിൽ അജ്മീരി അസ്സഞ്ചരി. സഞ്ചർ എന്ന് ചൊന്നെങ്കിൽ അത് ഇറാനിലെ ഖുറാസാൻ പ്രവിശ്യയാണ്. മനസ്സിലായില്ലേ? ഈ സഞ്ചർ എന്ന് ചൊല്ലുന്നത് അത് ഷീ പാരമ്പര്യത്തിൽ, ആ ഷീ പൈതൃകത്തിൽ വളർന്നു വന്ന മനുഷ്യനാണ്. പക്ഷേ നമ്മുടെ കൗമിൻ്റെ അവസ്ഥ എന്താണ്? ഇനി ഷീയല്ല, ഇനി ഒരു ജൂതനെ തന്നെ മറമാടിയാലും ഒരു ക്രിസ്ത്യാനിയെ തന്നെ മറമാടിയാലും ആളുകളിങ്ങനെ പോകും. കാരണം എന്താണ്? അത്രക്കും വിഡ്ഢികളായിപ്പോയി. ഒന്ന് മേലെ എഴുതി വെച്ചാൽ മതി, വലിയുല്ലാഹിട്ട് മയ്യത്ര. കുറെ ഇങ്ങനെ പച്ച പുതപ്പിച്ചിട്ട് വലിയുല്ലാഹി എന്ന് എഴുതി വെച്ചാൽ ഒരു ജൂതൻ്റെ ഖബറായാലും ഒരു ക്രിസ്ത്യാൻ്റെ ഖബറായാലും നമ്മുടെ ആളുകൾ പോകുന്നവരുണ്ട്. എന്നിട്ട് അവിടെ ഇങ്ങനെ പൈസ വാരി എറിയുന്നവർ നമുക്ക് കാണാം. പൈസ ഇങ്ങനെ എറിയുക. നിങ്ങളൊക്കെ മദീന സന്ദർശിച്ചിട്ടില്ലേ? ഇല്ലേ? മദീന പള്ളി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പള്ളി സന്ദർശിച്ചിട്ട് റസൂലുള്ളാഹിൻ്റെ ഖബറൊക്കെ സിയാറത്ത് ചെയ്ത് റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞ്, അതിൻ്റെ അപ്പുറത്തുള്ള അബൂബക്കർ സിദ്ദീഖ് ഉമർ റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞ്, പിന്നെ നിങ്ങൾ പോകുന്നത് ബഖീ എന്ന സ്ഥലം. ആരാ ബഖീയിലുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ അവിടെ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുഅ്മിനീങ്ങളുടെ ഉമ്മമാർ എന്ന പേരിൽ വിളിക്കപ്പെടുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അവിടെയുണ്ട്. എത്രയോ പ്രഗത്ഭരായ സഹാബത്ത് അവിടെ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ പോയാൽ നിങ്ങൾക്ക് കാണാം, അവിടെ ഒരു ബോർഡുണ്ട്. ആ ബോർഡിൽ അറബിയിൽ എഴുതിയിട്ടുണ്ട്. എന്തിന് അറബിയിൽ എഴുതിയിട്ടുള്ളത്? റമ്യുൻ നുഖൂദി ഇലൈഹാ വത്തമസ്സുഹു ബിഹാ ഗൈറു ജായിസ ഫി ശരീഅത്തിൽ ഇസ്ലാമിയ്യ. എന്താണ് അങ്ങനെ ചൊന്നങ്ങനെ അർത്ഥം? പലപ്പോഴും പലർക്കും അർത്ഥം അറിയില്ല. അതിനിങ്ങനെ ഖുർആൻ ഓതിര പോലെ ഓതിര അറിയാം. എന്തിനാ എഴുതിയതൊരു പിടി ഉണ്ടാവില്ല. ഞങ്ങൾ പേരിക്ക് എന്തോ ഖുർആൻ്റെ ആയത്തായിരിക്കും, ബർക്കത്തുണ്ടാവണം, ഓതിരത് മാത്രം. നിങ്ങളെ കാശ് നിങ്ങൾ വലിച്ചെറിയരുത്. ഇവിടെ ബക്കീൽ എഴുതി വെച്ച ബോർഡാണിത്. നിങ്ങളെ കാശുകൾ, നിങ്ങളെ പൈസകൾ ഇവിടെ വലിച്ചെറിയരുത്. അതിനെ പോയിട്ട് നിങ്ങളിങ്ങനെ തടവുകയും മുത്തുകയും ചെയ്യരുത്. ഇതെല്ലാം ഗൈറു ജായിസ ഫി ശരീഅത്തിൽ ഇസ്ലാമിയ്യ. ഇസ്ലാമിക ശരീഅത്തിൽ ഇത് അനുവദനീയമല്ല, ഇത് ഹറാമായിട്ട് ശരിയല്ല എഴുതി വെച്ചിട്ട് കാണാം. നമ്മുടെ നാടുകളിലൊക്കെ ജാറങ്ങളൊക്കെ ഇങ്ങനെ കൂണുപോലെ വളരുകയാണ്. മനസ്സിലാക്കണം അല്ലേ? ജാറങ്ങൾ ഇങ്ങനെ ഉണ്ടാകും, ഉറൂസുകളുണ്ടാകും. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനൊക്കെ ഒരു വീഡിയോ അയച്ചു തന്നൊരു ഉറൂസുകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കണം നിങ്ങൾ. നാഗൂരൊരു ഉറൂസ് ഉണ്ട്. ആ നാഗൂർ ഷെയ്ഖിന്റെ പേരിൽ വേറെ ഒരു പള്ളിയിൽ ഒരു ഉസ്താദ് വന്നിട്ട് ഒരു തലീക്കെട്ടൊക്കെ കെട്ടിയിട്ട് അവിടെ ജനങ്ങളിങ്ങനെ സംജോത്താക്കിയിട്ട് നമുക്കിതാ 2 വർഷം കൂടെ ഉറൂസാക്കണം, ഈ നാട്ടിൽ ചെമ്മ ബലാവുണ്ട്, മുസീബത്തുണ്ട്, ആ മുസീബത്തൊക്കെ നീങ്ങണമെങ്കിൽ നമുക്ക് മഹാന്മാരെ ആശ്രയിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ. മഹാന്മാരെ പിടിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ. സുബ്ഹാനല്ലാഹ്, എന്തൊരു പഴക്കമാണ് നിങ്ങൾ മനസ്സിലാക്കണം. ആ ചൊന്നത് അബൂജഹൽ പോലും ചൊല്ലണക്ക് ഇഷ്ടപ്പെടാത്ത പഴക്കമാണത്.
അബൂലഹബ് പോലും ചൊല്ലുന്നത് ഇഷ്ടപ്പെടാത്ത പളക്കമാണത്. പ്രതിസന്ധി ഘട്ടം വരുമ്പോഴത്തോ, ദുർഘടമായ പ്രതിസന്ധി ഘട്ടം വരുമ്പോഴത്തോ അബൂജഹലും അബൂലഹബുമെല്ലാം ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവോടാണ് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത്. ഇവിടെ ഇയാൾ ചൊല്ലുന്നത് എന്തിനെ? നിങ്ങൾ മഹാന്മാരെ മുട്ട പോയെങ്കിൽ, മഹാന്മാരുടെ രക്ഷ കിട്ടിയെങ്കിൽ മാത്രമേ രക്ഷ. ആ സമയത്ത് പരിശുദ്ധ ഖുർആന്റെ ഒരു വാക്ക് ഞാൻ ഓർത്തുപോയി. സൂറത്തു തൗബയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില സഹാബത്തുകൾ ചില പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായി തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട്. ആ സമയത്ത് അവരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് ഖുർആൻ സൂറത്തു തൗബ 118 ആയത്ത് മറിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. അവിടെ ആ സഹാബത്ത് എന്ത് ചെയ്തു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴത്തോട്ട് അള്ളാഹ് നമുക്ക് പഠിപ്പാട്ടറ. وضاقت عليهم أنفسهم وظنوا أن لا ملجأ من الله إلا إليه ثم تاب عليهم. ആ സഹാബത്തിൻ്റെ അവസ്ഥ അല്ലാഹു തആല ചൊല്ലുന്നത്, വിശാലമായിരിക്കുന്ന ഭൂമി, വാസ്റ്റായിട്ടിരിക്കുന്ന ഭൂമി, ആ സഹാബത്തേക്ക് ഇക്കട്ടായിട്ട് നേരോ ആയിട്ട് അങ്ങക്ക് തോന്നിയിട്ട് ആ നിലക്കുള്ള പ്രതിസന്ധി ഘട്ടം അല്ലാഹു തആല അതിനെ വർണ്ണിക്കരുത്. ആ സഹാബത്തിൻ്റെ അവസ്ഥ, സ്വന്തം മനസ്സ് പോലും അങ്ങക്ക് ക്ലോസായി, സ്വന്തം മനസ്സ് പോലും അങ്ങക്ക് നേരോ ആയി ഇക്കട്ടായി തോന്നി. ആ സമയത്ത് അങ്ങ് എന്ത് മനസ്സിലാക്കിയാറ്? അള്ളാഹുലേക്ക് അഭയം പ്രാപിക്കലല്ലാതെ അള്ളാഹുവിൽ നിന്ന് രക്ഷപ്പെടണോ നമുക്ക് സാധ്യമേ അല്ല എന്ന് ആ സഹാബത്തുക്ക് പിടിയായിട്ട് അള്ളാഹ് ചൊല്ലുന്നതാണ്. അള്ളാഹുലേക്ക് മടങ്ങലല്ലാതെ വേറെ രക്ഷയില്ലായിട്ട് അവർക്ക് പിടിയായപ്പോൾ അങ്ങ് അള്ളാഹുലേക്ക് മടങ്ങിയപ്പോൾ അള്ളാഹു തആല അങ്ങക്ക് മാപ്പ് നൽകി. ഇവിടെ ചൊല്ലരുത് എന്തിരെ? നിങ്ങൾ മഹാന്മാരിലേക്ക് മടങ്ങണം. എൻ്റെ പ്രിയമുള്ളവരെ, ഇതാണ് സലഫികൾ. ഇത്തരത്തിലുള്ള ഈ സിയാറത്തിനെയാണ് സലഫികൾ എതിർക്കുന്നത്. എന്നല്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പാട്ടിയ ആ ഖബറു സിയാറത്ത് അത് നമുക്ക് മരണത്തിൻ്റെ ഓർമ്മയുണ്ടാക്കിത്തരും, ആഖിറത്തിൻ്റെ ഓർമ്മയുണ്ടാക്കിത്തരും. അതായിരിക്കും നാം മരിച്ചവർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ദാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ സുന്നത്ത് അനുധാവനം ചെയ്യുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും വഅസ്തഗ്ഫിറു അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وإمامنا وقدوتنا محمد بن عبد الله المبعوث رحمة للعالمين وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ചൊല്ലണക്കുള്ളത്. ഒന്ന് ഉണ്ട്, നമ്മുടെ പള്ളിയുടെ കലക്ഷനാണ്. എല്ലാവരും ഉദാരമായ നിലക്ക് പള്ളിക്ക് വേണ്ടി, അള്ളാഹുവിൻ്റെ ഭവനിന് വേണ്ടി സംഭാവന ചെയ്യണം എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. അതേപോലെ തന്നെ നമുക്കൊക്കെ ഒരുപാട് ഇസ്ലാമിക തൗഹീദിക സേവനമനുഷ്ഠിച്ച, ഒരുപാട് തൗഹീദിന് പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കിയ സീനത്ത് ഹാജിൻ്റെ ചൊല്ലര ആൾ, അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം അല്ലാഹു തആല പ്രകാശിപ്പിക്കുമാറാകട്ടെ. അവൻ്റെ സ്വർഗത്തിൽ അദ്ദേഹത്തെയും നമ്മെ എല്ലാവരും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അതേപോലെ തന്നെ ലേൺ ദ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹത്തായ SKS ഉണ്ടാക്കിയതായിരിക്കുന്ന ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി അതിൻ്റെ പഠിച്ചും കൊണ്ട് അതിൻ്റെ പരീക്ഷ നാളത്തെ കഴിഞ്ഞ് നാളേക്കലി ഞായറാഴ്ച 2 ഒലിമ്പരക്ക് തുടങ്ങിയിട്ട് 11:30 ഇവിടെ അതിൻ്റെ സെൻറ്ററുണ്ട്. എല്ലാവരും ആ ഖുർആനിലെ ആ പരീക്ഷയിൽ ഭാഗഭാക്കാകണം, അതിനുവേണ്ടി പഠിക്കണം. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആൻ അത് ശരിയായ നിലക്ക് പഠിച്ച് അതിൻ്റെ ആ ഖുർആൻ്റെ ഇമാമായി അംഗീകരിച്ച് ഇമാമായി സ്വീകരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് രക്ഷയുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ നമുക്കത് പഠിപ്പാട്ടിയിട്ടുണ്ട്.
ആര് ആ ഖുർആനിനെ ഇമാമാക്കിയോ അവനെ ഖാദഹു ഇലൽ ജന്ന, അതവനെ സ്വർഗത്തിലേക്ക് നയിക്കും. ഇനി ആര് ആ ഖുർആനെ അവഗണിച്ച് അതിനെ പിറകോട്ട് തള്ളിയോ സഖഹു ഇലന്നാർ, അതവനെ നരകത്തിലേക്ക് കൊണ്ടുപോകും. ഖുർആനാണ് നമ്മുടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകരുത്, നരകത്തിലേക്ക് കൊണ്ടുപോകരുതും എന്ന് നാം മനസ്സിലാക്കണം ഗൗരവത്തോടു കൂടി. ഖുർആനെ നാം ഇമാമായി അംഗീകരിച്ച് നമ്മുടെ മുമ്പിൽ ഖുർആനും അതിൻ്റെ അനുയായികളായി അതിനെ നാം ഇത്തിബാഅ് ചെയ്ത് ജീവിച്ചാൽ നമ്മൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ഇനി നമ്മൾ ഖുർആനെ അവഗണിച്ച് പിന്നോട്ട് തള്ളിയാൽ ആ ഖുർആൻ നമ്മുടെ നരകത്തിലേക്ക് നയിക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ നാളെ കലിയുള്ള പരീക്ഷയിൽ അതിനു വേണ്ടി പഠിച്ച് മനസ്സിലാക്കി അതിൽ പരീക്ഷ എഴുതണം. ഖുർആൻ നല്ല പോലെ പഠിക്കണം. അതിൻ്റെ വക്താക്കളും പ്രയോക്താക്കളും അനുയായികളുമായി ജീവിച്ച് മരിക്കണോ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.